സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സദഖാത്തിൽ അത്തർഗീബ് ഫി തൈസീർ അൽ മുഅ്സിർ, ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് എളുപ്പമാക്കി നൽകുക, അതുപോലെ തന്നെ കടം നൽകിയിട്ടുള്ളത് സമയം നീട്ടിക്കൊടുക്കുക എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ അടുത്തത് വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ നഫസ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ കുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ദുനിയാവിലെ ഒരു ഞെരുക്കം, ബുദ്ധിമുട്ട്, അതിൽ നിന്ന് അവന് തുറവി നൽകുകയാണ് എങ്കിൽ അല്ലാഹു തആല പരലോകത്തെ ഞെരുക്കങ്ങളിൽ നിന്ന് അവന് തുറവി നൽകുന്നതാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ ഫി ദുനിയ യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഞെരുക്കം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണ് എങ്കിൽ അവൻ അല്ലാഹു തആല ദുനിയാവിലും പരലോകത്തും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വമൻ സത്തറ അലാ മുസ്ലിമിൻ ഫി ദുനിയ സത്തറല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെക്കുകയാണ് ദുനിയാവിലെങ്കിൽ ദുനിയാവിലും പരലോകത്തും അല്ലാഹു തആല അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും അവൻ അവന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം എന്നുള്ളത്. ഈ ഒരു ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൊതുവായ സുന്നത്തായ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഒരു കർമ്മത്തിനുള്ള പ്രതിഫലം അതിന്റെ ഇനത്തിനനുസരിച്ചായിരിക്കും എന്നറിയിക്കുന്നതിനുള്ള ഒരു ഹദീസ് കൂടിയാണ്. അപ്പോൾ ദുനിയാവിൽ നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, നന്മകൾ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട് ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ തുറവി നൽകുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ എളുപ്പമാക്കി കൊടുക്കുകയാണ് എങ്കിൽ അല്ലാഹു തആല നമുക്കും അതുപോലെ ചെയ്യുന്നതാണ്. وعنه أيضا قال رسول الله صلى الله عليه وسلم من أنظر معسرا أو وضع له أظله الله يوم القيامة تحت ظل عرشه يوم لا ظل إلا ظله. من أنظر معسرا أو وضع له. ആരെങ്കിലും കടം തിരിച്ചു നൽകാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് സമയം നീട്ടി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവന് കുറച്ചു കൊടുക്കുകയാണ്, ഒഴിവാക്കി കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്താൽ അള്ളാഹു യൗമൽ ഖിയാമ തഹ്ത ളില്ലി അർശിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അർശിന്റെ തണൽ മാത്രം ലഭിക്കുന്ന അന്ത്യനാളിൽ മറ്റൊരു തണലുമില്ലാത്ത അവിടെ അല്ലാഹു തആല അവന് തണൽ നൽകുന്നതാണ്. وعن أبي اليسر رضي الله عنه قال أبو اليسر رضي الله عنه പറയുകയാണ് أبصرت عيناي هاتان ووضع إصبعيه على عينيه. രണ്ട് കണ്ണിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. وسمعت أذناي هاتان ووضع إصبعيه في أذنيه. അദ്ദേഹത്തിന്റെ കാതിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഈ രണ്ട് കാതുകൊണ്ട് ഞാൻ കേട്ടതാണ്. ووعاء قلبي هذا وأشار إلى نياط قلبه. നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഖൽബ് കൊണ്ട് മനസ്സിലാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. എന്താണ് അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അൻദറ മുഅ്സിറൻ അവ വദഅ ലഹു അദല്ലഹു അല്ലാഹു ഫി ളില്ലിഹി. നേരത്തെ പറഞ്ഞതുപോലെ കടം തിരിച്ചു നൽകുന്നതിന് കുറച്ച് സമയം നീട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കി കൊടുത്താൽ അല്ലാഹു തആല പരലോകത്ത് തണൽ നൽകുന്നതാണ്. ഇതേ ആശയത്തിൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കാണാം, മൻ നഫസ അൻ ഗരീമത്തിൻ ഔ മഹാ അൻഹു കാന ഫി ളില്ലിൽ അർശി യൗമൽ ഖിയാമ. ഇതേ ആശയം തന്നെ. കടബാധിതന് എളുപ്പമാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് മായ്ച്ചു കൊടുക്കുക ഒക്കെ ചെയ്താൽ പരലോകത്തെ അർശിന്റെ തണൽ ലഭിക്കും. وروي عن أسعد بن زرارة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سره أن يظله الله في ظله يوم لا ظل إلا ظله فلييسر على معسر أو ليضع عنه. ആർക്കെങ്കിലും ഒരു തണലുമില്ലാത്ത പരലോകത്ത് അള്ളാഹു തണൽ നൽകണമെന്ന് അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞെരുക്കം അനുഭവിക്കുന്ന എളുപ്പം നൽകുകയും അതുപോലെ എന്തെങ്കിലും വിട്ടുവീഴ്ച നൽകാൻ കുറച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ.